സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസവും കണ്ണൂരിൽ നിന്നും ബാംഗ്ലൂരിലെ യശ്വന്തപുരത്തേക്ക് പോകുന്ന കണ്ണൂർ ബാംഗ്ലൂർ യശ്വന്തപുരം എക്സ്പ്രസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 16527 എന്ന നമ്പറിൽ കണ്ണൂരിലേക്കും 16528 എന്ന നമ്പറിൽ യശ്വന്തപുരത്തേക്കും ഈ വണ്ടി സർവീസ് നടത്തുന്നു. ഈ ട്രെയിൻ ആദ്യമായി ഓടിത്തുടങ്ങിയത് 2001 ജനുവരി 1 മുതലാണ്. ആ സമയത്ത് മുതൽ 2026 വരെ ഈ വണ്ടി യശ്വന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ തന്നെയാണ് ഓടിയത്. കാരണം ചില വണ്ടികൾ യശ്വന്തപുരത്ത് നിന്ന് KSR ബംഗളൂരിലേക്കും SMVT ബംഗളൂരിലേക്കും ബാംഗ്ലൂർ കൗണ്ടോൺമെന്റിലേക്കുമൊക്കെ മാറ്റി ഓട്ടം തുടക്കാറുണ്ട്. പക്ഷേ ഈ വണ്ടി തുടക്കം മുതൽ ഇന്ന് വരെ ആരംഭത്തിലോ അവസാനത്തിലോ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പറഞ്ഞ പോലെ 2001 ജനുവരി 1 മുതലാണ് ഈ വണ്ടി ICFൽ ഓടാൻ തുടങ്ങിയത്. എന്നാൽ 2017 ജൂലൈ 14 മുതൽ യശ്വന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കും 2017 ജൂലൈ 15 മുതൽ കണ്ണൂരിൽ നിന്ന് യശ്വന്തപുരത്തേക്കുമുള്ള വണ്ടി LHB ആയി മാറുകയാണ്. ഇനി ഈ വണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ കണ്ണൂരിനെയും ബംഗളൂരുവിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഓവർനൈറ്റ് വണ്ടിയാണ്. അഥവാ വൈകുന്നേരം 6 മണിക്കെടുത്ത് പിറ്റേ ദിവസം 7 മണിക്ക് മുമ്പ് ബാംഗ്ലൂരിൽ എത്തിച്ചേർന്ന ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയാണ്. ഈ വണ്ടി എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന വണ്ടിയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഏകദേശം 660 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഇതിന് വേണ്ടത് വെറും 13 മിനിറ്റും മണിക്കൂറും 45 മിനിറ്റുമാണ്. ഇതിന്റെ പ്രധാന സ്റ്റോപ്പുകൾ യശ്വന്തപുരത്ത് നിന്ന് പുറപ്പെട്ടാൽ സേലം, ഈറോഡ്, കോയമ്പത്തൂർ, പാലക്കാട്, ഷൊർണൂർ, കോഴിക്കോട് എന്നിവയാണ്. ഈ വണ്ടിയുടെ കോച്ചിങ് കോമ്പോസിഷൻ നോക്കിയാലോ. എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ വണ്ടി 4 അൺറിസർവ്ഡ് കോച്ചും അഥവാ ജനറൽ കോച്ചും 5 തേർഡ് AC അഥവാ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ സ്ലീപ്പറിൽ ഒരു AC വെച്ചാൽ എങ്ങനെയിരിക്കും, അതാണ് തേർഡ് AC. അങ്ങനെയുള്ള 5 എണ്ണവും. അതുപോലെ തന്നെ സെക്കൻഡ് AC എന്ന് പറയുമ്പോൾ സ്ലീപ്പറിന്റെ നടുവിലത്തെ പുറത്ത് ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള കോച്ച് 2 എണ്ണവും. അതുപോലെ തന്നെ സെക്കൻഡ് ACയും ഫസ്റ്റ് ACയും ഉൾപ്പെടുന്ന ഒരു കോച്ചും, അതുപോലെ തന്നെ സ്ലീപ്പർ 8 കോച്ചും അംഗവൈകല്യമുള്ളവർക്കുള്ള ഒരു കോച്ചുമാണ് ഇതിനുള്ളത്. ഞാൻ വ്യക്തമായി പറയുന്നത് മനസ്സിലാകാത്തവർക്ക് ഒന്നും കൂടി മനസ്സിലാകാൻ വേണ്ടിയാണ്, അല്ലാതെ അറിഞ്ഞവർക്ക് നിസ്സാരപ്പെടുത്താൻ വേണ്ടിയല്ല. അതുപോലെ തന്നെ ഇതിന്റെ ഓരോന്നിന്റെയും നിരക്ക് നോക്കിയാലോ. അൺറിസർവ്ഡ് കോച്ചിന് 200 രൂപയും സ്ലീപ്പറിന് 375 രൂപയും തേർഡ് ACക്ക് 1015 രൂപയും സെക്കൻഡ് ACക്ക് 1440 രൂപയും ഫസ്റ്റ് ACക്ക് 2400 രൂപയുമാണ് വരുന്നത്. എന്നാൽ ഈ വണ്ടിക്ക് ഏറ്റവും വലിയ പോരായ്മ ഇതിന് ആകെ 4 അൺറിസർവ്ഡ് കോച്ച് മാത്രമേ ഉള്ളൂ. അതും ഷൊർണൂർ കഴിഞ്ഞാൽ ഒരു കാലുകുത്താൻ പോലും ഗ്യാപ്പില്ലാത്ത രൂപത്തിലാണ് ഇതിന്റെ യാത്ര നമ്മൾ കാണുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വണ്ടിയുടെ തുടക്ക സ്ഥലത്തേക്ക്, ഉദാഹരണത്തിന് KSR ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റിയെ നാം നോക്കുകയാണെങ്കിൽ എറണാകുളത്തേക്ക് വരുമ്പോൾ അത് 10 മണിക്കൂറും 45 മിനിറ്റ് ആണെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ 11 മണിക്കൂറും 50 മിനിറ്റുമാണ് എടുക്കുന്നത്. എന്നാൽ ഈ വണ്ടിയുടെ കേസിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കണ്ണൂരിലേക്ക് വരുമ്പോഴും യശ്വന്തപുരത്തേക്ക് പോകുമ്പോഴും ഈ വണ്ടി എടുക്കുന്നത് ഒരേ സമയമാണ്. അഥവാ 13 മണിക്കൂറും 45 മിനിറ്റും മാത്രമേ എടുക്കുന്നുള്ളൂ. ഏകദേശം 19 സ്റ്റോപ്പുകളാണ് ഇതിനുള്ളത്. ഇനി ഈ വണ്ടി നിർത്തുന്ന ഓരോ സ്റ്റേഷനുകളും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് യശ്വന്തപുരം ജംഗ്ഷനിൽ പുറപ്പെട്ടാൽ 8:23 ബാനസ്വാടി, 8:41 കൽമേറം,
9:10 ഹൊസൂർ, 10:41 ധർമ്മപുരി, 12:32 സേലം ജംഗ്ഷൻ, 1:30 ഈറോഡ് ജംഗ്ഷൻ, 2:18 തിരുപ്പൂർ, 3:27 കോയമ്പത്തൂർ ജംഗ്ഷൻ, 4:50 പാലക്കാട് ജംഗ്ഷൻ, 5:55 ഷൊർണൂർ ജംഗ്ഷൻ, 6:29 കുറ്റിപ്പുറം, 6:48 തിരൂര്, 7:09 പരപ്പനങ്ങാടി, 7:37 കോഴിക്കോട്, 7:59 കൊയിലാണ്ടി, 8:19 വടകര, 8:43 തലശ്ശേരി, 9:45 ഈ വണ്ടിയുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ കണ്ണൂരിലേക്ക് എത്തിച്ചേരുകയാണ്. ഇനി ഈ വണ്ടി കണ്ണൂരിലേക്ക് പോകുമ്പോൾ നിർത്തുന്ന സ്റ്റോപ്പുകളും അവിടെ എത്തിച്ചേരുന്ന സമയം നോക്കിയാലോ. 16528 എന്ന നമ്പറിലാണ് കണ്ണൂരിൽ നിന്ന് യശ്വന്തപുരത്തേക്ക് ഈ വണ്ടി സർവീസ് നടത്തുന്നത്. കണ്ണൂരിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി 6:05 പുറപ്പെടുന്ന വണ്ടി 6:24 തലശ്ശേരിയും, 6:39 വടകരയും, 6:59 കൊയിലാണ്ടി, 7:27 കോഴിക്കോട്, 7:52 പരപ്പനങ്ങാടി, 8:03 തിരൂര്, 8:19 കുറ്റിപ്പുറം, 9 മണിക്ക് ഷൊർണൂർ ജംഗ്ഷൻ, 9:57 പാലക്കാട് ജംഗ്ഷൻ, 11:17 കോയമ്പത്തൂർ ജംഗ്ഷൻ, 12:13 തിരുപ്പൂർ ജംഗ്ഷൻ, 1:05 ഈറോഡ് ജംഗ്ഷൻ, 1:57 സേലം ജംഗ്ഷൻ, 3:23 ധർമ്മപുരി, 4:53 ഹൊസൂർ, 5:20 കൽമാറാം, 6:33 ബാനസ്വാടി, 7:50 യശ്വന്തപുരം ജംഗ്ഷനിലേക്ക് ഈ വണ്ടി എത്തിച്ചേരുകയാണ്. ഈ വണ്ടിയിൽ യാത്ര ചെയ്ത് ആരെങ്കിലുമുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ഈ വീഡിയോക്കടിയിൽ നൽകിയാലോ. അതുപോലെ തന്നെ ഈ വീഡിയോ അടിയിൽ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഞെക്കി ഞങ്ങൾക്ക് കൂടുതൽ പോയിന്റ് നൽകുമ്പോൾ ഞങ്ങളുടെ വീഡിയോ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടി നല്ല നല്ല കണ്ടന്റുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഉന്മേഷം ഉണ്ടാവുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുന്നതോടൊപ്പം എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതെന്ന് കമന്റിൽ എഴുതുകയും അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് യൂട്യൂബ് നൽകുന്ന ഓപ്ഷനായ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മോട് സപ്പോർട്ട് ചെയ്താലോ. ഇതുപോലെയുള്ള ഓരോ ട്രെയിൻ റിവ്യൂകളും അതുപോലെ തന്നെ ട്രെയിൻ യാത്രകളുമാണ് ഈ ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാമോ. പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ.